എന്താണ് പ്രഭു? യുദ്ധമുഖത്ത് നിന്നും എന്തൊക്കെയുണ്ട് വാർത്തകൾ? അമോര്യരും സിറിയൻ സേനയും നമ്മുടെ സൈന്യത്തിന്റെ ഇരുവശങ്ങളിലുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് പ്രഭു. ശക്തനും തന്ത്രശാലിയുമായ സൈന്യാധിപൻ യോവാബുള്ളപ്പോൾ അവിടുന്ന് എന്തിനു ഭയപ്പെടണം? ഭയമോ? നമുക്കോ? നമ്മുടെ മുമ്പിൽ നമ്മെ നയിക്കാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുണ്ട്. പ്രഭോ, യുദ്ധമുഖത്തു നിന്നും യോവാബ് സന്ദേശം അയച്ചിരിക്കുന്നു. ഇരുവാറും ശത്രു സൈന്യങ്ങളെയും കീഴടക്കി നമ്മുടെ സൈന്യം വിജയം വരിച്ചിരിക്കുന്നു മഹാരാജാവേ. സർവശക്തനായ ദൈവം നമ്മോടൊത്തുള്ളപ്പോൾ ഇസ്രായേലേ, നിനക്ക് പരാജയമില്ല. ഈ വിജയം നമ്മുടെ നാടെങ്ങും ആഘോഷിക്കട്ടെ. നാഥാൻ പ്രവാചകൻ അങ്ങയെ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നു. യഹോവയുടെ പ്രവാചകന് നമോവാകും. യഹോവ വാഴ്ത്തപ്പെടട്ടെ. ആഘോഷങ്ങളുടെ തിരക്കിലായിരിക്കും അല്ലേ? റബ്ബയിലെ വിജയത്തിന് ഒരു വിരുന്ന്. എന്താണാവോ അങ്ങയുടെ ആഗമനോദ്ദേശം? ഈ ദേശത്ത് ഒരു അനീതി നടന്നിരിക്കുന്നു. അനീതി? എന്താണത്? അങ്ങ് സിംഹാസനത്തിൽ ഇരിക്കൂ. ഞാനൊരു കഥ പറയാം. കഥ ഇതാണ്. ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാർ അടുത്തടുത്ത് താമസിച്ചിരുന്നു. ഒരുവൻ ധനികൻ, അപരൻ ദരിദ്രൻ. ധനികൻ ആടുമാടുകൾ അനവധിയുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവന്റെ അടുക്കലും അവന്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അവൻ തിന്നുന്നതിൽ നിന്ന് ഒരു ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ നിന്ന് ഒരു ഓഹരി കുടിക്കുകയും ചെയ്തു. അതവന്റെ മടിയിൽ കിടന്നുറങ്ങി. അതവന് ഒരു മകളെ പോലെയും ആയിരുന്നു. അങ്ങനെയിരിക്കെ ആ ധനികന്റെ വീട്ടിൽ ഒരു അതിഥി വന്നെത്തി. അതിഥിക്ക് വേണ്ടി തന്റെ ആടുകളിൽ ഒന്നിനെ പോലും എടുക്കാൻ മനസ്സാകാതെ ആ ധനികൻ ആ ദരിദ്രന്റെ കുഞ്ഞാടിനെ പിടിച്ചു കൊന്ന് അതിഥിക്ക് വേണ്ടി വിരുന്നൊരുക്കി. അവൻ ആരായിരുന്നാലും മരണശിക്ഷയ്ക്ക് അർഹനാണ്. മാത്രമല്ല, നഷ്ടപ്പെട്ടവന് 4 ഇരട്ടി തിരിച്ചു കൊടുക്കുകയും വേണം. അതെ, അതാണ് നീതി. ഈ ദാവീദിന്റെ ഭരണകാലത്ത് ഇസ്രായേലിൽ നീതി തന്നെ നടക്കണം. അത് നടക്കുകയും ചെയ്യും. ആരണവൻ? മുഖത്തു നോക്കി പറയാൻ ദാധാനും അടിയില്ല.
നീതി നടപ്പാക്കുവാൻ ദാവീദിനും മടിയില്ല. അതെ, അതാണ് നീതിമാനായ ഒരു രാജാവിന്റെ ധർമ്മം. ആരവിടെ? അടിയൻ. പ്രവാചകൻ കൽപ്പിക്കുന്ന ആ നീതിന്റെ വധശിക്ഷ ഉടൻ തന്നെ നടപ്പാക്കൂ. ഈ ദാവീദ് ആരാണെന്ന് ഇസ്രായേൽ മനസ്സിലാക്കട്ടെ. ഉത്തരവ്. മരിക്കാതെ പറയൂ പ്രവാചക, ആരാണ് മനുഷ്യൻ? ആ മനുഷ്യൻ ആ മനുഷ്യൻ ആ മനുഷ്യൻ നീ തന്നെ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിന്റെ രാജാവെ, ശിക്ഷിക്കപ്പെടേണ്ടത് നീയാണ്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? സത്യം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിന്റെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാറിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും നൽകി. ഇസ്രായേൽ ഗൃഹത്തെയും യൂദാ ഗൃഹത്തെയും ഞാൻ നിനക്ക് തന്നു. നീ ആവശ്യപ്പെടുന്നത് എന്തും തരുമായിരുന്നില്ലേ? പിന്നെ എന്തിനായിരുന്നു ഈ കൊടുംചതി? ചതിയോ? അതെ, അമ്മോന്യരുടെ വാൾ കൊണ്ട് നിന്റെ വിശ്വസ്തദാസനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവന്റെ ഭാര്യയെ സ്വന്തമാക്കുവാൻ ഈ കൊടുംചതി വേണമായിരുന്നു. ക്ഷമിക്കണം, ഞാൻ ഒന്നും പറയണ്ട. ചതിയിലൂടെ അവന്റെ ഭാര്യയെ നീ അപഹരിച്ചതിനാൽ നിന്റെ ഭവനത്തിൽ നിന്നും വാളൊഴിയുകയില്ല. നീ രഹസ്യമായി ചെയ്തതൊക്കെ നിന്റെ മക്കൾ പരസ്യമായി ചെയ്യും. ഈ പാപത്തിന് ഒരു പരിഹാരമില്ലേ? അനുതപിക്കൂ. പശ്ചാത്താപം പാപപരിഹാരമാണ്. അന്ത്യവിധി യഹോവയുടേത്. അവിടുന്ന് ക്ഷമിക്കാതിരിക്കുകയില്ല. കർത്താവ് കരുണയുള്ളവനാണ്. എന്റെ ദൈവമേ, വെറും ഒരിടയ ചെറുക്കനായിരുന്ന എന്നെ നീ പുൽമേട്ടിൽ നിന്നും കൊട്ടാരത്തിലേക്ക് വഴി നടത്തി ഇസ്രായേലിന്റെ മുഴുവൻ രാജാവാക്കി. അധികാരവും ബലവും എന്നെ ഗർഭിഷ്ഠനാക്കി, അന്ധനാക്കി. യഹോവേ, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കും. പാപക്കറകൾ കൊണ്ട് മലിനമായ എന്റെ കൈകളും മനസ്സും അങ്ങ് ശുദ്ധീകരിക്കരുത്. ഈ സിംഹാസനവും കിരീടവും ഞാൻ ഉപേക്ഷിക്കാം. പക്ഷെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത്. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുത് കർത്താവേ, തള്ളിക്കളയരുത്. ദൈവമേ, എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ. ഘോരമാം എൻ അപരാധങ്ങൾ കനിവിയെന്നു മറക്കേണമേ. അധികാരത്തിന്റെ ഔന്നത്യങ്ങളിലായിരുന്നിട്ടും ദാവീദിന് അനുതപിക്കാൻ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പക്ഷേ ഇന്ന് സ്വന്തം തെറ്റുകളുടെ ആഴങ്ങൾ പോലും ചിന്തിക്കാതെ പാപത്തിന്റെ കൈകളിൽ നീന്തുന്ന മനുഷ്യ, അനുതപിക്കൂ. പശ്ചാത്തപിക്കുന്ന പാപിയെ ദൈവം കൈവിടുകയില്ല.